നമസ്കാരം. ഏവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ. നോയമ്പിൻ്റെ ചട്ടക്കൂടിൽ നിന്നും ഈസ്റ്ററിൻ്റെ സന്തോഷത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഈ നോയമ്പുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്? മറ്റൊന്നുമല്ല, കരുണ തന്നെയാണ്. സഹജീവികൾക്കും സമൂഹത്തിനും മാതൃകയായ വ്യക്തികളായി രൂപാന്തരപ്പെടുക. അങ്ങനെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ നാം പരിചയപ്പെടുന്നത്. നാട്ടുകാർ മമ്മി എന്നും ആൻറ്റി എന്നും വിളിക്കുന്ന കൊല്ലം ജില്ലയിലെ ഷീല ആൻ്റണിയാണ് ആ കരുണയുടെ ആൾരൂപം. സമൂഹത്തിൽ ദാരിദ്ര്യവും അവശതയും അനാഥത്വവും അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് നൽകുമ്പോൾ ദൈവകരങ്ങളെയാണ് നാം താങ്ങുന്നത് എന്ന തിരിച്ചറിവ് നേടിയ ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് കൊല്ലം ജില്ലയിലെ സാധാരണക്കാർ ഷീല ആൻ്റി എന്ന് വിളിക്കുന്ന ഈ ഷീല ആൻ്റണി. പാരമ്പര്യമായി തനിക്ക് ലഭിച്ച സ്വത്തിൻ്റെ ഒരു ഭാഗം തൻ്റെ സഹജീവികൾക്കും പങ്കിട്ട് നൽകുന്ന ഷീല ആൻ്റണി ഇന്ന് സമൂഹത്തിന് ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം ആൻറ്റി. നമസ്കാരം. ആദ്യമായി ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കറിയാം, നാം ഇന്ന് സ്വാർത്ഥതയുടെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. 1 കിട്ടിയാൽ 10, 10 കിട്ടിയാൽ 100 എന്നൊരു ചിന്ത. പക്ഷേ ആൻറ്റി അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നു. എന്താണ് ഇതിനൊരു പ്രചോദനം? നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ സ്നേഹിക്കുക, പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ പൂർവികന്മാരെന്നെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. നമുക്കുള്ളതിൽ നിന്നും അർഹിക്കുന്നവർക്ക് വേണ്ട സഹായം ചെയ്ത് അവരെ ആദരിക്കുക, അവരെ പൊക്കിക്കൊണ്ടുവരിക. അതാണ് എൻ്റെ ഒരു പ്രചോദനം. ലോകത്തിൽ തന്നെ വേൾഡ് റെക്കോർഡെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. 5000-ഓളം വിധവകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ. എന്താണ് ഇതിന് പ്രചോദനമായത്? എൻ്റെ മമ്മി 40ാമത്തെ വയസ്സിലാണ് വിധവയായത്. അതിനുശേഷം ഒരുപാട് വ്യവസായങ്ങളും സംരംഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അതിനുശേഷം അത് നടത്തിക്കൊണ്ട് പോകുവാൻ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തുഴയേണ്ടി വന്നു. അത് കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. എൻ്റെ 10ാമത്തെ വയസ്സിലാണ് എൻ്റെ ഡാഡി മരിക്കുന്നത്. അത് കഴിഞ്ഞ് മമ്മി അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും വീട് നടത്തിക്കൊണ്ട് പോകാനുള്ള ബദ്ധപ്പാടും എല്ലാം കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അത് ആയിരുന്നു ഒന്നാമത്തെ പ്രചോദനം. പിന്നെ പല വിധവകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പല വിധവകളുടെ വീട് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസപ്പെടുന്ന, മനോദുഃഖം അനുഭവിക്കുന്ന വിധവകൾ. സമൂഹത്തിൽ തന്നെ തരം താഴ്ത്തപ്പെട്ടവരാണ് ഈ വിധവകളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു കണ്ണുനീരൊപ്പുക എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. ആ സമയത്താണ് അനിൽ ജോസ് അച്ഛനും ഡേവിഡ് കണ്ടത്തിൽ അച്ഛനും എനിക്കിങ്ങനെ ഒരു സംഘടനയ്ക്ക് നേതൃത്വം വഹിക്കാമെന്നുള്ളൊരു ചോദ്യം വന്നത്. അത് എന്നെ അങ്ങ് നല്ലോണം സ്പർശിച്ചു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ നേതൃത്വം എടുത്തോളാമെന്ന്. അങ്ങനെയാണ് ഈ സംഘടന ആരംഭിച്ചത്. ഇന്ന് കൊല്ലം ഗിൽസ് വില്ലേജിൽ തൻ്റെ ഏകയായ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റുന്ന ഓരോ നിമിഷവും ഷീല ആൻ്റണി ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തന്നെ പോലെ ഭർത്താവ് നഷ്ടപ്പെട്ട് ഏകയായി ജീവിക്കുന്ന അമ്മമാരെക്കുറിച്ചായിരുന്നു. നാഥൻ നഷ്ടപ്പെട്ട് സമ്പത്തിൻ്റെ പിന്തുണയില്ലാതെ കുഞ്ഞുങ്ങളുമായി കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ മുഖം ഷീല ആൻ്റിയുടെ കരളലിയിച്ചു. അങ്ങനെ കൊല്ലം രൂപതയുടെ പിന്തുണയോടെ വിധവകളുടെ ക്ഷേമത്തിനായി ഒരു സംഘടന രൂപീകരിച്ചു. ഈ 80ാം വയസ്സിലും
ഈ സംഘടനയിൽ ഷീല ആൻറ്റി സജീവമായി പ്രവർത്തിക്കുന്നു. ഇന്നത് വളർന്ന് 4500-ൽ പരം അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിധവ മൂവ്മെന്റായി മാറിക്കഴിഞ്ഞു. ശ്രീമതി ഷീല ആൻ്റണിയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. കൊല്ലം രൂപതയുടെ വിധവ മൂവ്മെൻറ്റിൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നല്ലതുപോലെ പ്രവർത്തിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അവർ. വിധവാ മൂവ്മെൻറ്റിലൂടെ അശരണരായ ഒരുപാട് വിധവകൾക്ക് സാന്ത്വനവും സാമ്പത്തിക സഹായവും ഒക്കെ നൽകിക്കൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അവർ. ഈ നല്ല പ്രവർത്തനങ്ങളെയാണ് പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്നത്. ശ്രീമതി ഷീല ആൻ്റണി അടുത്ത കാലത്ത് 10 പേർക്ക് വിവാഹത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി. ഓരോ പ്രാവശ്യവും തന്നെ സമീപിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള സമീപനവും പ്രവർത്തന രീതിയും മാത്രമല്ല സാമ്പത്തിക സഹായവും ഒക്കെ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജീവിതത്തിന് എപ്പോഴും ഒരു കൈത്താങ്ങായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ നല്ല കാര്യങ്ങൾ അനുസ്മരിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ശ്രീമതി ഷീല ആൻ്റണിക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സേവനം ഇനിയും നല്ല രീതിയിൽ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ചെയ്യുവാൻ ദൈവം സമൃദ്ധമായി അവരെ അനുഗ്രഹിക്കട്ടെ. നിർഭാഗ്യവതികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരാണ് പല വിധവകളും. ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ആൻറ്റി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർക്കായി ചെയ്യുന്നത്? ഞങ്ങളിങ്ങനെ ഒരു സംഘടന തുടങ്ങിയപ്പോഴത്തേക്കും അന്ന് തന്നെ ആദ്യത്തെ ദിവസം തന്നെ 200 ചില്ലുവാനം പേര് ഇതിൽ പങ്കുകൊണ്ടു. ആ പങ്കുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതങ്ങ് വിപുലീകരിച്ചു. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ശരിക്കും രജിസ്റ്റർ ചെയ്തു, ഒരു സംഘടനയായിട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം അവരെ പഠിപ്പിച്ചത്, നിങ്ങളാരും സമൂഹത്തിൽ തഴയപ്പെട്ടവരല്ല, അങ്ങനെയുള്ള ചിന്ത നിങ്ങളെ മനസ്സിൽ നിന്നെടുത്ത് മാറ്റണം. ആദ്യം നമ്മൾ സമൂഹത്തിന് വേണ്ടവരാണെന്നുള്ള ചിന്ത അരക്കിട്ടുറപ്പിക്കുക. അത് കഴിഞ്ഞാണ് വേണം നമ്മൾ ബാക്കിയുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്. നമ്മൾ നിരാശപ്പെട്ട് പിന്മാറുമ്പോഴത്തേനും നമുക്ക് പിന്നെ ജീവിതമില്ല. അങ്ങനെയാണ് ആദ്യം അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത്. അതിന് ഒരുപാട് ഞങ്ങൾക്ക് അച്ഛന്മാർ, അനിൽ ജോസ് അച്ഛനും പല അച്ഛന്മാരും അതിന് വേണ്ട ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു. അതിന് നേതൃത്വം തരികയും അതിന് വേണ്ട സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവരെ ആ ഒരു ചിന്തയിൽ നിന്ന് അവരെ മാറ്റാൻ ഞങ്ങൾ ആദ്യം ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കുറിച്ച് ആലോചിച്ചു. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ആദ്യമൊക്കെ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. പല സംഘടനകളിലും പോയി, തയ്യൽ മെഷീൻ, പിന്നെ പൈസ, അങ്ങനെ പലതും സംഘടിപ്പിച്ചാണ് ഞങ്ങൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് തൊഴിൽ, ഒരു 60 വയസ്സിന് താഴെയുള്ളവർക്ക് സഹായം കൊടുക്കുക, വൈദ്യസഹായവും, അല്ലാതെ വീട്ടിലിരുന്നവർക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്യാനുള്ള അങ്ങനെ പരിപാടികൾ ആലോചിച്ചു. ശരിക്കും വാസ്തവത്തിൽ പറഞ്ഞിരുന്നാൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടായി. ഞങ്ങൾക്ക് ചെല്ലുന്നിടത്തെല്ലാം ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. തുണിയായിട്ടും മരുന്നായിട്ടും എല്ലാം പലരുടെയും സഹായം ഞങ്ങൾക്കുണ്ട്. അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാനിപ്പോഴും കാണുന്നത്. അങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞ് അവസാനം ഞങ്ങൾ 600 ചില്ലാനം മെഷീൻ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു വിധവകൾക്ക്. തയ്യലറിയുന്നവർക്ക്, തയ്യലറിയാത്തവരെ തയ്യൽ പഠിപ്പിച്ചു, അവർക്ക് മെഷീൻ കൊടുത്തു. പിന്നെ വിധവകൾക്ക് തൊഴിൽ സാധ്യതയ്ക്ക് വേണ്ടി മീൻ കച്ചവടം, വിറക് കച്ചവടം, മുട്ട കച്ചവടം
തുണി ഹോൾസെയിലിൽ നിന്ന് തുണി എടുത്തിട്ട് അത് തയ്ച്ച് കൊടുക്കുക, നൈറ്റി, ലുങ്കി അങ്ങനെയുള്ള ഉപയോഗ സാധനങ്ങൾ വാങ്ങിച്ച് കച്ചവടം ചെയ്യുക, അങ്ങനെയുള്ള സഹായങ്ങൾ കൊടുത്ത് അവരെ ജീവിപ്പിച്ചു, അവരെ മുന്നോട്ട് കൊണ്ടുപോയി. അത് അവർക്കൊരു പ്രചോദനമായിരുന്നു. പിന്നെ അവർക്ക് വാശിയായിരുന്നു. ഒരു 50 പൈസയെങ്കിലും ഒരു ദിവസം അവരുടെ വഴി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത അവർക്ക് തന്നെ ഉണ്ടായി. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അവർക്ക് വന്നു തുടങ്ങി കുറേശ്ശെയായിട്ട്. ഇതിപ്പോൾ ഏകദേശം 11ാമത്തെ വർഷമായത് ഞങ്ങളുടെ ഈ സംഘടന നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത്രയും വർഷത്തിനിടയിൽ അവർ ഒരുപാട് ചേഞ്ച് അവർക്കുണ്ടായി, ഒരുപാട് ചേഞ്ച്, മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് ചേഞ്ച് ഉണ്ടായി. ഇപ്പോൾ അവർ തന്നെ പറയും, ഞങ്ങൾക്കിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഒരു ആശ്വാസമല്ലേ? നമുക്കിത് നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് അത് കേൾക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. അവർ നിൽക്കുന്നല്ലോ, അവർ സ്വന്തമായിട്ട് നിൽക്കുന്നല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കാൻ നോക്കി കുട്ടികളെ, അവരുടെ മക്കളെ പഠിപ്പിക്കണമല്ലോ, മക്കളെ പഠിപ്പിക്കാൻ നോക്കി. കൊച്ചു പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുത്തു അവരെ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ 10th 12th കഴിയുന്ന പിള്ളേരെ ഹയർ എഡ്യൂക്കേഷന് വിടുക. അങ്ങനെ ഞങ്ങളിപ്പോൾ 8 പേരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിൽ 5 പേർക്ക് ജോലിയായി. ഇനിയിപ്പോൾ 2 പേരെ പിന്നെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 8 പേരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇനി 2 പേരെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തത് വിധവകളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കുക. അങ്ങനെ ഇപ്പോൾ 9 പേരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞു. അതിന് വേണ്ട സഹായം കൊടുത്ത് അവരെ കഴിപ്പിച്ചു കഴിഞ്ഞു. കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സംഘടനകളിലും പ്രവർത്തിക്കുന്ന ഷീല ആന്റണി തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം കൊടുത്തത് ദരിദ്രരും അനാഥരും വിധവകളുമായ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയായിരുന്നു. അതിനായി സമൂഹ വിവാഹമെന്ന ആശയത്തിൽ ഇതിനകം 10 ദമ്പതികൾക്ക് സന്തുഷ്ടകരമായ കുടുംബജീവിതം നൽകുവാൻ ഷീല ആന്റണിക്ക് കഴിഞ്ഞു. മംഗല്യ സൗഭാഗ്യം നേടി ജീവിത പങ്കാളിയുടെ കയ്യും കവർന്നു പോകുന്ന നവദമ്പതികളെ മനസ്സുകൊണ്ട് ആശീർവദിക്കുമ്പോൾ സ്വർഗീയ അനുഭവം ലഭിക്കുന്നതായി ഷീല ആന്റണി സാക്ഷ്യപ്പെടുത്തുന്നു. കൂട്ടായ്മയിൽ വിധവകളെന്ന് പറയുമ്പോൾ പ്രായം ചെന്നവർ മാത്രമാണോ അതോ ചെറുപ്പക്കാരുമുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ നിലനിർത്താനാണോ അതോ അവർക്കൊരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കാറുണ്ടോ? വിധവകളുടെ കൂട്ടത്തിൽ ഒരു 40% ജോലി ചെയ്യാൻ സാധ്യത ഉള്ളവരല്ല. അവർക്ക് നമ്മൾ ധനസഹായം കൊടുക്കും. വിധവകൾക്ക് ആവശ്യമുള്ള തുണികൾ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. തുണികളും ധനസഹായവും മരുന്നുകൾ അങ്ങനെയുള്ളതൊക്കെ സഹായം ചെയ്യും. മറ്റുള്ളവർക്ക് ചെറുപ്പക്കാരുണ്ട്. 21 വയസ്സ് തുടങ്ങിയുള്ള വിധവകളുണ്ട്. 21 വയസ്സിൽ വിധവയായവർ തുടങ്ങിയുണ്ട്. പക്ഷേ കുറച്ച് പേരെയെങ്കിലും ഞാൻ അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നോക്കി. രണ്ടാമതൊരു വിവാഹത്തിന് ശ്രമിച്ചിട്ട്. പക്ഷേ 1ഉം 2ഉം കുട്ടികളുള്ളവർ, മക്കളുള്ളവർ ഒരിക്കലും അതിന് സന്നദ്ധത കാണിക്കുന്നില്ല. ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അത് നേരെയായില്ല, ശരിയായില്ല. കുട്ടികളെന്നും രണ്ടാമത് വരുന്നവരെ അച്ഛനെ അതൊരു ബാധ്യതയാണ്.
അതുകൊണ്ട് പല അമ്മമാരും അതിന് സഹകരിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും 2 എണ്ണത്തിനെ ഞങ്ങളതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. വിധവകളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഗവൺമെൻറ്റിൻ്റെയോ സഭയുടെയോ എന്തെങ്കിലും പ്രോത്സാഹനങ്ങളോ സഹായങ്ങളോ ലഭിക്കാറുണ്ടോ? നമ്മുടെ സഭയുടെ സഹായമുണ്ട്. തീർച്ചയായിട്ടും സഹായമില്ലാതെ എനിക്ക് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛന്മാരുടെ സഹായമുണ്ട്, തിരുമേനിയുടെ സഹായമുണ്ട്, അങ്ങനെ പല വിധത്തിലും സഹായമുണ്ട്. അല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഇത്രയും കാര്യങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്യാൻ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കത്തില്ല. പിന്നെ സന്മനസ്സുള്ളവർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇത് പോയി കാര്യം പറയുമ്പോഴത്തേന് അവർക്ക് സന്തോഷം തോന്നി അവർ സഹായിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നില്ല. അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു സഹായവും കിട്ടിയിട്ടില്ല. പാവപ്പെട്ട കുട്ടികളുടെ സമൂഹ വിവാഹത്തിന് വേണ്ടി ആൻറ്റി പ്രയത്നിക്കാറുണ്ടല്ലോ, അത് എത്രത്തോളം ഫലവത്താക്കാൻ ആൻറ്റിക്ക് സാധിച്ചിട്ടുണ്ട്? ആദ്യം ഇങ്ങനൊരു സമൂഹ വിവാഹം ഞാൻ സങ്കല്പിച്ച് നടത്തണമെന്ന് വിചാരിച്ചപ്പോഴത്തേന് ഒരുപാട് പേര് എന്നെ അത് പിന്മാറ്റാൻ നോക്കും. കാരണം ഒരു സമൂഹ വിവാഹം എന്ന് പറഞ്ഞപ്പോഴത്തെ പെൺകുട്ടികൾ മുന്നോട്ട് വരാൻ മടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒത്തിരി പേര് വീടുകളിൽ ഇങ്ങനെ പെൺപിള്ളേർ ധനസഹായമില്ലാത്തത് കാരണം കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? അതൊരു ഉൾവിളി പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ ശ്രമിച്ചു. 2 മാസം കൊണ്ട് ഞാൻ 9 പെൺകുട്ടികളുടെ കല്യാണം നടത്തി. അതൊരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി എൻ്റെ മനസ്സിൽ 10 പേരായിരുന്നു. കാരണം ഞങ്ങളുടെ ഈ വിധവാ മൂവ്മെൻറ്റ് 10 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 11ാമത്തെ വർഷമാണ്. അപ്പോൾ ആ 10 വർഷത്തിനിടയിൽ നമ്മൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി 10 പെൺപിള്ളേരെ കെട്ടിക്കുക, അർഹിക്കുന്ന പെൺപിള്ളേരെ. അങ്ങനെ അപ്പനും അമ്മയില്ലാത്ത മക്കളും വിധവകളായവരുടെ മക്കളും അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി. എനിക്കത് 9 എണ്ണം വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്താൻ സാധിച്ചു. ഇനി ഒരാളും കൂടെയുണ്ട്. അത് മിക്കവാറും ഒരു 10-20 ദിവസത്തിനകം നടത്തുന്നതായിരിക്കും. അതൊരു വലിയൊരു സംതൃപ്തിയാണ്, മനസ്സിനൊരു നിറവാണ് നമുക്ക് ഉണ്ടായത്. ആ കുട്ടികൾ ആ പയ്യന്മാരുടെ കയ്യും പിടിച്ചവരിൽ ആശ്രയിച്ച് പോകുന്നത് കാണുന്നത് ഒരു സംതൃപ്തിയായിരുന്നു, മനസ്സിനൊരു ആശ്വാസമായിരുന്നു. ഒരു ജീവിതം കിട്ടാതെ 37 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അതിൽ, കല്യാണം കഴിക്കാതെ നിന്ന്. 37 വയസ്സ് അതിൻ്റെ കല്യാണം. അതിനെ കണ്ണുനീരോടുകൂടെ പറഞ്ഞു. എനിക്കിങ്ങനൊരു സംഭവം നടക്കുമെന്ന് ഞാൻ ഓർത്തില്ല, എനിക്ക് വിചാരിച്ചില്ല. എനിക്കത് ആൻറ്റി സാധിച്ചു തന്നു. അതാണ് നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടുന്ന അനുഭവങ്ങൾ. ഭയങ്കര ശാന്തത അവരുടെ ആ വായിൽ നിന്ന് അത് കേൾക്കുമ്പോഴത്തേന്. ഇത്രയും നമുക്ക് ദൈവം അനുഗ്രഹം തന്നത്, അതല്ലാതെ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ കഴിവോ ഒന്നുമല്ല. ദൈവം തന്ന ഒരു അനുഗ്രഹം. ദൈവം എനിക്കൊരു വഴി കാട്ടിത്തന്നു അവരെ കെട്ടിക്കാനായിട്ട്. അത് ഞാൻ ചെയ്തു. അതിലെനിക്ക് വലിയ സംതൃപ്തിയുള്ളത്. ഇനി ഒരാളും കൂടെയുണ്ട്. അത് ഞാൻ വളരെ വിപുലമായിട്ട് തന്നെ കെട്ടിക്കുകയും ചെയ്യും. തിരുവനന്തപുരം സ്വദേശികളായ ആന്റണി റോഡസ് ഗോമസിൻ്റെയും ഫ്ലോറ ഗോമസിൻ്റെയും 5 മക്കളിൽ ഇളയവളായി സമ്പന്നതയുടെ നടുവിലാണ് ഷീല ആന്റണി ജനിച്ചത്. തൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം 19ാം വയസ്സിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ആന്റണിയെ വിവാഹം കഴിച്ചു. നീണ്ട 45 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ 3 മക്കളുടെ മാതാവാകുകയും മൂത്ത പുത്രൻ അകാലത്തിൽ മരണപ്പെടുകയും ചെയ്തപ്പോൾ ആത്മീയതയായിരുന്നു ഷീല ആന്റണിക്ക് ശക്തി പകർന്നത്. MBA ബിരുദധാരികളായ ബാക്കി 2 മക്കളും ബിസിനസ് ലോകത്ത് സജീവമായപ്പോൾ ഷീല ആന്റണി സാമൂഹ്യ സേവനത്തിലാണ് ആശ്വാസം കണ്ടത്.
ജീവിതത്തിൽ ഒരു വിധവയായതിൻ്റെ ദുഃഖം, എൻ്റെ വേദന നന്നായി അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ശ്രീമതി ഷീല ആൻ്റണി. കുറേ വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗങ്ങളിൽ സജീവമായി നിന്നിരുന്ന ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവത്തിന് ശേഷം അതൊരു ഈശ്വര അനുഭവമായിട്ട് തന്നെയാണ് അത് എടുത്തത്. അതിനുശേഷം മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ മുഴുകണം എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് വിധവ കൂട്ടായ്മയിലേക്ക്, അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ശ്രീമതി ഷീല ആൻ്റണി കടന്നു വന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി നിരവധി പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന വിധവകൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, അവർക്ക് വലിയൊരു ആശ്വാസവും ആശ്രയവുമായിട്ട് ശ്രീമതി ഷീല ആൻ്റണി മാറുകയാണ്. പകലന്തിയോളം അധ്വാനിച്ച് തിരികെ എത്തുമ്പോൾ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ ബുദ്ധിമുട്ടിയ അനേകം കുടുംബങ്ങൾക്ക് സ്വന്തം ചിലവിൽ ഭവനം നിർമ്മിച്ചു നൽകുന്നതും ഷീല ആൻ്റിയുടെ സാമൂഹ്യ സേവനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. സാമ്പത്തിക പരാധീനത മൂലം ഉയർന്ന വിദ്യാഭ്യാസം ഒരു സ്വപ്നമായി മാറിയ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ പടികൾ കയറി ഉയർന്ന നിലയിലെത്താൻ സാമ്പത്തിക സഹായം നൽകുന്നതും ഷീല ആൻ്റിയുടെ സാമൂഹ്യ സേവനത്തിന് ഒരു ഉദാഹരണമാണ്. ഇതിൻ്റെ നന്ദി സൂചകമായി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നിരന്തരം ഷീല ആൻ്റണിയെ സന്ദർശിക്കുന്നത് ഒരു നിത്യകാഴ്ചയാണ്. ദരിദ്രരോടും വിധവകളോടും കരുണ കാണിക്കാൻ ഷീല ആൻ്റണിക്ക് ശക്തി നൽകുന്നത് എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ജപമാല ഭക്തിയാണ്. ജപമാലയോടുള്ള അതിരറ്റ സ്നേഹവും ഭക്തിയും കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ വിവിധ തരത്തിലുള്ള ജപമാലകൾ ശേഖരിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നത് ഷീല ആൻ്റണിയുടെ ഒരു ഹോബിയാണ്. തനിക്ക് ദൈവം ദാനമായി നൽകിയ സമ്പത്തിൽ നിന്ന് ജനനന്മ മാത്രമല്ല ഷീല ആൻ്റണി ലക്ഷ്യം വയ്ക്കുന്നത്. മറിച്ച് സഭയുടെ ഉന്നമനത്തിനായി ധാരാളം സംഭാവനകൾ അവർ ചെയ്യുന്നു. തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി ആത്മീയതയുടെ പ്രഭ ചൊരിയുന്ന കുരിശടികളും ഗ്രോട്ടോകളും നിർമ്മിക്കുവാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ലെന്ന് ഷീല ആൻ്റണി ചിന്തിക്കുന്നു. വീട് വെച്ചു കൊടുത്തു, നമ്മൾ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറയുന്നില്ല. എൻ്റെ
ഒരുപാട് അർത്ഥവത്തായ കാര്യങ്ങളുണ്ട്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, എനിക്ക് വിശന്നു, എനിക്ക് നീ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നീ ജലം തന്നു, ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് ഉടുക്കാൻ തന്നു, എനിക്ക് പാർപ്പിടമില്ലായിരുന്നു, നീ പാർപ്പിടം തന്നു. നമ്മൾ ബൈബിളിൽ ഇതൊക്കെ വായിക്കുന്നതാണ്. നമ്മൾ ഇത് മാത്രമാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. നീ എളിയവനായ ഒരുത്തന് കൊടുക്കുമ്പോഴത്തേന് നീ എനിക്ക് തന്നെയാണ് തന്നത് എന്നാണ് ദൈവം പറയുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും, ദൈവത്തിന് എല്ലാവരെയും ഇപ്പം ധനവാന്മാരാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. പാവങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരെ നമ്മൾ ഈ സഹായിക്കണം, നമ്മൾ അറിഞ്ഞ് സഹായിക്കണം. കാരണം അവരെ ദൈവത്തിന് നമ്മളെയും അവരെ പോലെ ആക്കാമായിരുന്നു. പക്ഷെ ദൈവം നമുക്ക് തന്നത് അവരെയും കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ വീട്ടിൻ്റെ അകത്ത് കാറ്റ് കൊള്ളാതെ ഫാന് വിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എത്രയോ മനുഷ്യരാ വീടില്ലാതെയും കിടക്കാൻ തലചായ്ക്കാൻ ഒരിടയില്ലാതെയും കിടക്കുന്നു. അപ്പോൾ അവർക്ക് അതൊരു പ്രചോദനമാകട്ടെ. നമ്മളൊരു വീട് വെച്ച് കൊടുക്കുക, നമ്മൾ അവരെ നമ്മളുടെ സഹോദരങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുക. അങ്ങനെ നമ്മൾ ഒരു മനസ്സ് ദൈവം തന്നതുകൊണ്ടാണ് എനിക്ക് ഈ വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചത്. 5 വീട് കംപ്ലീറ്റായിട്ട് ചെയ്ത് കൊടുത്തു. 2 വീട് അത് അവിടെ കുറച്ച് അവരുടെ വീടുണ്ടായിരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ 7 വീട് നമ്മളത് സഹായിച്ചു. അത് ജാതിയൊന്നും നോക്കിയല്ല. നമുക്ക് ജാതി നോക്കേണ്ട, എല്ലാം മനുഷ്യർ തന്നെയാണ്. നമ്മളതുകൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുത്തു. പക്ഷേ അർഹിക്കുന്നവർ, അല്ലാതെ ധനസഹായത്തിന് അർഹിക്കാത്തവർക്കല്ല കൊടുത്തത്. വളരെ അധികം അർഹിക്കുന്നവർക്കാണ് ഈ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കല്യാണം നടത്തിയതാണെങ്കിലും വളരെ യാതൊരു വിധത്തിലും കുട്ടികളെ പുറത്ത് ഇറക്കി വിടാൻ നിവൃത്തിയില്ലാത്ത അമ്മമാരെയാണ് സഹായിച്ചത്. അവിടെയും നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കിയില്ല. അർഹിക്കുന്നവർക്ക് കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ദിവസവും വചനം വായിക്കുന്നത് എന്താ? അതുപോലെ പ്രവർത്തിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ വായിച്ചു പോകുന്നതിൽ അർത്ഥവും ഇല്ല. അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു പ്രചോദനം തന്ന ദൈവം, അനുഗ്രഹം തന്ന് പരിശുദ്ധാരൂപി അയച്ച് എനിക്ക് പരിശുദ്ധാരൂപിയുടെ സഹായം ഉള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആൻറ്റി, വരാനിരിക്കുന്ന 10 തലമുറയ്ക്ക് പോലും സമ്പാദിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോരുത്തരും. സഹജീവികളോട് അല്പം പോലും കരുണയില്ലാതെ പെരുമാറുന്നവർ. ഈ ഈസ്റ്റർ ദിനത്തിൽ അവരോട് ആൻറ്റിക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ലോകത്തുനിന്ന് കാണുന്നത് അത് തന്നെയാണ്. പ്രതാപവും ഷോ ഓഫും അടിച്ചുപൊളിയും ഇതാണെന്ന് നടക്കുന്നത് മുഴുവൻ. മനുഷ്യർക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. അല്ലാതെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാൻ ഒരുത്തരുമില്ല. വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ ദാരിദ്ര്യം കണ്ട് പെരുമാറുന്നവർ. പക്ഷെ അവരോടൊക്കെ ഈ അടിച്ചു പൊളിച്ച് സമൂഹത്തിനെ തിരിഞ്ഞു നോക്കാതെയും ജീവിക്കുന്നവരോട് പറയാനുള്ള ഇതാണ്, നമ്മൾ മരിച്ച് പോകുമ്പോഴത്തേനും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാം ഭൂമിയിൽ ഇട്ടിട്ടേ പോകത്തുള്ളൂ. അത് ആർക്കെങ്കിലും ഉപകരിക്കുന്നെങ്കിൽ അത് നമ്മൾ ചെയ്യുക. അല്ലാതെ എല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് ഇത് എൻ്റെതാണ്, എൻ്റെ നേട്ടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിലൊരു അർത്ഥവും ഇല്ല. നമ്മൾ മനുഷ്യരുടെ കണ്ണുനീരൊപ്പുക, വേദന അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുക, അതൊരു വലിയ നിധിയാണ്. നമ്മൾ ഈ കൂട്ടിവെക്കുന്ന നിധി ഒന്നും നമുക്ക് ശാശ്വതമല്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, അവരെ ആപത്തിൽ സഹായിക്കുക, ഇതൊക്കെ ചെയ്യുന്നവന് മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അവന് മാത്രമേ സ്വർഗത്തിൽ നമുക്ക് ഇടം കിട്ടത്തുള്ളൂ. അല്ലാതെ പോകുന്നവരെല്ലാം നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ആത്മാക്കളെ നമ്മൾ കൊല്ലുക ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹം, കരുണ, ഇത് രണ്ടും മുൻനിർത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതായിരിക്കും ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. കുരിശിലെ ത്യാഗത്തിലൂടെ മനുഷ്യ മക്കളോട് കരുണ ചൊരിഞ്ഞ രക്ഷകൻ്റെ സന്ദേശമാണല്ലോ ഈസ്റ്റർ. ഈ ഈസ്റ്റർ നമ്മളോട് പറയുന്നത് ഷീല ആൻറ്റിയെ പോലെ സമൂഹത്തോട് കരുണ കാണിക്കാനും ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കാനുമാണ്. ഈ സന്ദേശം ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ.